Priya's Media. Today we are going to discuss about the simplest method of addition and subtraction of fractions. That means this method is called cross multiplication. അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡിഷനും സബ്ട്രാക്ഷനും ഫ്രാക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുടെ അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ്. ഈ മെത്തേഡിന് പറയുന്ന പേര് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ സിംപ്ലിഫിക്കേഷനുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ ടു എ ടോപ്പിക്. Let's go to a question. Two by 3 plus 6 by 8. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഫ്രാക്ഷൻസിൻ്റെ അഡിഷൻ്റെ കറക്റ്റ് മെത്തേഡ് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 into 8. 2 into 8 is 16 plus 3 into 6. 3 into 6 is 18 by 3 into 8. Denominators into ചെയ്യുക. 3 into 8. ഇവിടെ നമുക്ക് കിട്ടുന്നത് 16 plus 18 എന്നുള്ളത് 34 by 3 into 8. 34 by 24 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി ഞാൻ ലാസ്റ്റ് പറഞ്ഞതുപോലെ ഇതൊന്നും ഇതിൻ്റെ കറക്റ്റ് ആൻസറായി മാറില്ല. ഇതിൻ്റെയൊക്കെ സിംപ്ലസ്റ്റ് ഫോമാണ് നമുക്ക് കിട്ടേണ്ടത്. സിംപ്ലിഫൈ ചെയ്യുക എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ 34 by 24 എന്നാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും പോകുന്ന ഒരു നമ്പർ കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണം. ഇറ്റ് മീൻസ് ഇപ്പോൾ ഇവിടെ 4ഉം 4ഉം ഇതിൽ 2 പോകും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിനോമിനേറ്റർ ചെയ്യാണ്. 2ൽ 2 1 ടൈംസ്, 4ൽ 2 2 ടൈംസ്, പിന്നെ 3ൽ 2 1 ടൈംസ്, 1 റിമൈൻഡർ. 1 14ലോട്ട് പോകുന്നു. 14 by 2 ഈസ് 7. ഇനി ഇതിൻ്റെ സിംപ്ലസ്റ്റ് മെത്തേഡ് ഇപ്പോൾ നമുക്ക് 17 by 12 കിട്ടി. ഇനി ഇതിലും രണ്ടിലും പോകുന്ന വേറെ നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. വേറെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് 17 by 12. നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇവിടെ 6 by 8 പ്ലസ് 4 by 6. ഇവിടുത്തെ ന്യൂമറേറ്ററും ഇവിടെയുള്ള ഡിനോമിനേറ്ററും 6 into 6 that is 36 plus 4 into 8. 1 8s are 8, 2 8s are 16, 3 8s are 24 and 4 8s are 32 by 8 into 6. 36 plus 32 that is 68. 68 by 8 into 6 that is 48. ഇനി ഇതിൻ്റെ സിംപ്ലസ്റ്റ് മെത്തേഡ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുക. ദെൻ 68 by 48. ഇതിൽ 8ഉം 8ഉം 2 പൂർണ്ണമായിട്ടും പോകും. സോ by 2 ചെയ്യണം. 4ൽ 2 2 ടൈംസ്, 8ൽ 2 4 ടൈംസ്, 6ൽ 2 3 ടൈംസ്, 8ൽ 2 4 ടൈംസ്, 34 by 24. ഇതിനെ നമുക്ക് ഇനിയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2ൽ 2 1 ടൈംസ്, 4ൽ 2 2 ടൈംസ്, 3ൽ 2 1 ടൈം, 14ൽ 7 ടൈംസ്. സോ അവർ ആൻസർ ഈസ് 17 by 12. Do this question your own. Have you done it? Okay. 3 by 4 and 6 by 8. 3 into 8 plus 4 into 6. 1 6 is 6, 2 6 is 12, 3 6 is 18 and 4 6 is 24 by 4 into 8. 4 into 8 is 32. 24 plus 24 is 48. Then simplest method simplest form 48 by 32.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2 and 8. അപ്പോൾ ഇതിൽ 2 പൂർണ്ണമായിട്ടും പോകും. 3/2 സോറി 3ൽ 2 1 ടൈംസ്. അപ്പോൾ 1 × 2 is 2 മൈനസ് റിമൈൻഡർ 1 ഉണ്ട്. അപ്പോൾ ആ 1 ഇവിടെ ആഡ് ചെയ്യുന്നു. ഇറ്റ് ബിക്കംസ് 12. 12ൽ 2 6 ടൈംസ്, 4ൽ 2 2 ടൈംസ്, 8ൽ 2 4 ടൈംസ്. 24/16 എന്ന ആൻസർ കിട്ടുന്നു. ഇതിനെ ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 2ൽ 2 1 ടൈംസ്, 4ൽ 2 2 ടൈംസ്, 16ൽ 8 ടൈംസ്, 12/8. ഇതിനെയും ഇനിയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 12നെ 6ഉം 8നെ 4ഉം 4നെ 2ഉം 6നെ 3ഉം ആക്കി മാറ്റാം. 3/2. 3/2ൽ ഇനി പൂർണ്ണമായിട്ടും പോകില്ല. 3ലും 2ലും പൂർണ്ണമായിട്ട് പോകുന്ന നമ്പേഴ്സ് ഇല്ല. സോ അവർ സിംപ്ലസ്റ്റ് ഫോം ഈസ് 3/2 ആൻഡ് ആൻസർ ഈസ് 3/2. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ സബ്ട്രാക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 3/5 മൈനസ് 4/7. നമ്മൾ അഡിഷനിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് സബ്ട്രാക്ഷനിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ചെയ്യാം. 3/5 4/7. 3 × 7 that is 21 minus 5 × 4 that is 20/5 × 7. 5 × 7 is 35. 21 minus 20 is 1. Our answer is 1/35. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ അഡിഷൻ ചെയ്യുമ്പോൾ അഡിഷൻ സിമ്പിൾ ഇടുന്നു, സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ സബ്ട്രാക്ഷൻ്റെ സിമ്പിൾ ഇടുന്നു. അത്രേ ഡിഫറൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡു ദിസ് ക്വസ്റ്റ്യൻ യുവർ ഓൺ. 8/6 മൈനസ് 5/9. Have you done it? Okay. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 8 × 9 that is 8 × 9 is 72 plus minus 5 × 6. 5 × 6 is 30 by 6 × 9. 6 × 9 is 54. 72 minus 30. 70 minus 30 is 40. Then 42. 72 minus 30 42. ഇനി ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം കാണണം. 42/54. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ 1/35 എന്ന ആൻസർ കിട്ടിയത്. അതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് സിംപ്ലിഫിക്കേഷൻ ചെയ്യാഞ്ഞത്. ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 5ൽ 2 ടൈംസ് 2 1 റിമൈനിങ് 1 ബാക്കിയുള്ള 1 4ൻ്റെ കൂടെ ചേരുമ്പോൾ 14. 14ൽ 2 7 ടൈംസ്, 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈംസ്. 21/27 എന്ന് കിട്ടുന്നു. ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യണം. ഇതിനെ ഇനി നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ചെയ്യാൻ പറ്റും. ഡിവിസിബിലിറ്റി ബൈ 3 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 കൊണ്ട് നമുക്കിതിനെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 21ൽ 3 7 ടൈംസ്, 27ൽ 3 9 ടൈംസ്. സോ അവർ ആൻസർ വിൽ ബി 7/9. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ 1/2 × 2/4. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. 1/2നെ ന്യൂമറേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റും ഡിനോമിനേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റും ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ബാർ ഡിനോമിനേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ്. ന്യൂമറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം 2 ആണ്. 1 × 2 2 × 4. 1 × 2 is 2. 2 × 4 is 8. 2/8 ആയിരിക്കും. ഇതിനെ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 2/8ൽ 8ൽ 4 ടൈംസ് 2, 2ൽ 1 ടൈംസ് 2. So our answer is 1/4. Let's try one more question. 2/8 × 6/9. Numerators in the product by denominators in the product ആണ്. So numerators 2 × 6 by denominators, that is 8 × 9. 2 × 6 is 12. 8 × 9 is 72. 12/72. ഇവിടെ 12/72നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 7ൽ 2 3 ടൈംസ്, 3 × 2 is 6. 1 റിമൈനിങ്. ആ 1 2ലേക്ക് പോകുമ്പോൾ 12. 12ൽ 2 6 ടൈംസ്. 12ൽ 6 ടൈംസ്.
3ൽ 1 time 1 remaining 6 16 16ൽ 8 times 6ൽ 3 times. ഇനി ഇവിടെ 3 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് 18 and 3 is the will be divisible by 3. സോ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3ൽ 3 1 times, 18ൽ 3 6 times. So our answer is 1/6. Please do this question you are on. Done it? Okay. 2 into 6 by 3 into 9. 2 into 6 is 12 by 3 into 9. That is 27. 12 by 27. ഇവിടെ നമുക്ക് ഇതിൽ 2 divisible അല്ല. 3 divisible ആണ്. Then 12 by 27. 12ൽ 3 4 times. 27ൽ 6 into 3 is 18. 7 into 3 is 21. And 8 into 3 is 24. 9 into 3 is 27. 9 into 3 4 by 9. ഇതിനെ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അവർ ആൻസർ ഈസ് 4/9. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിവിഷൻസ് ചെയ്യാൻ ഈസിയാണ്. സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് റെസിപ്രോക്കൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഡിവിഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷനായിട്ട് വേറെ ഡിഫറൻസസ് ഒന്നുമില്ല. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റേഴ്സിനെയും ഡിനോമിനേറ്റേഴ്സിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് റെസിപ്രോക്കൽ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ 1/2ൻ്റെ റെസിപ്രോക്കലാണ് 2/1. 6/8ൻ്റെ റെസിപ്രോക്കലാണ് 8/6 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും തമ്മിൽ മാറ്റിയിടുക. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ ടു എ ക്വസ്റ്റ്യൻ. 6/8 divided by 2/3. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 6/8 എന്നിട്ട് 2/3 എന്ന നമ്പറിൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കണം. 2/3യുടെ റെസിപ്രോക്കലാണ് 3/2. റെസിപ്രോക്കൽ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആ നമ്പേഴ്സ് തമ്മിൽ ഡിവിഷൻ എന്നുള്ളതിൻ്റെ സൈൻ മാറ്റിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ദാറ്റ് ഈസ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. 6/8 into 3/2 എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 6/8 6 into 3 into 8 into 2. 6 into 3 is 18 and 8 into 2 is 16. ഇതിന് സിംപ്ലിഫൈഡ് ഫോം കണ്ടുപിടിക്കണം. 18/16. 18ൽ 2 9 times, 16ൽ 2 8 times. Our answer is 9/8. 10/12 divided by 3/5. Please do this question your own. Done it? Okay. 10/12 into reciprocal of 3/5, that is 5/3. That is 10 into 5/12 into 3. 10 into 5 is 50/12 into 3. 2 into 3 is 6. 1 into 3 is 3. 3/6. 50/3/6 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതിൽ 2 പൂർണ്ണമായിട്ടും പോകും. by 2 ചെയ്യാം. 3/2 is 1 and 1 remainder 16. 16ൽ 8 times, 5ൽ 2 times 4, 1 remaining 10. 10ൽ 5 times, 25/18. ഇതിൽ ഇനി 8 നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. So our answer is 25/18. Thank you for watching and see you on the next video. In the next video we will discuss about divisibility rules. And up to the next video, we will see you on the next video. Till then, like, share and consider subscribe. Press the bell icon for the weekly updates. Bye.